الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ബഹുമാന്യരായ പ്രബോധകരെ, സഹോദരന്മാരെ, സഹോദരർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹു നമ്മുടെ ഈ കൂടിയിരുത്തം സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഉപകാരപ്രദമായ നാഫിയായ ഇൽമ് പഠിക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രന്ഥം ഉംദത്തുൽ അഹ്കാം എന്ന പ്രസിദ്ധ ഹദീസ് ഗ്രന്ഥമാണ്. കർമ്മശാസ്ത്ര വിഷയങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള പ്രസിദ്ധമായ കൃതിയാണ്, ഹദീസ് ഗ്രന്ഥമാണ് ഉംദത്തുൽ അഹ്കാം. ഹിജ്റ 600 വർഷം മരണപ്പെട്ട 600-ൽ മരണപ്പെട്ട അൽ ഹാഫിദ് അബ്ദുൽ ഗനി അൽ മഖ്ദിസി റഹിമഹുല്ലാഹ് അറിയപ്പെട്ട ഹദീസ് ഇമാമാണ്, സലഫി പണ്ഡിതനാണ്. അദ്ദേഹം രചിച്ച ഗ്രന്ഥമാണ് ഉംദത്തുൽ അഹ്കാം. അതിനെ പ്രത്യേകത സംബന്ധിച്ച് മുമ്പ് നാം പറഞ്ഞതാണ് പലതവണ. എന്ന് പറഞ്ഞാൽ ഇമാം ബുഖാരി മുസ്ലിമും ഒരുമിച്ച് മുത്തഫഖുൻ അലൈഹിയായ ഹദീസുകളാണ് അൽ ഉംദയിലുള്ള ഒട്ടുമിക്ക ഹദീസുകളും. ഇമാം ബുഖാരി മുസ്ലിമും, അല്ലെങ്കിൽ ബുഖാരി മാത്രം അല്ലെങ്കിൽ മുസ്ലിം മാത്രം റിപ്പോർട്ട് ചെയ്ത ചില റിവായത്തുകളുണ്ട്. ഏതായാലും ഇമാം ബുഖാരി മുസ്ലിമും ഒരുമിച്ച് റിപ്പോർട്ട് ചെയ്ത ഹദീസുകളാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കർമ്മശാസ്ത്ര വിഷയങ്ങളും അതേപോലെ തന്നെ ഹദീസുകളും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പഠനമാണ്. തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ നാം കർമ്മരംഗത്ത് മുന്നേറണമെങ്കിൽ നമുക്ക് പ്രമാണം വേണം, തെളിവുകൾ വേണം. നമ്മൾ തീർച്ചയായിട്ടും തഹാറ, ശുദ്ധി അധ്യായം മുതൽ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വുദു, നമസ്കാരം, അങ്ങനെ പല അധ്യായങ്ങളും ഈ ഗ്രന്ഥത്തിലുണ്ട്. മുൻകാല പണ്ഡിതന്മാരുടെ രീതിയാണത്. ഇപ്പം ഇമാം ബുഖാരിയുടെ സഹീഹുൽ ബുഖാരി എടുത്തു നോക്കുകയാണെങ്കിലും സഹീഹ് മുസ്ലിം എടുത്തു നോക്കുകയാണെങ്കിലും ഒക്കെ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഹദീസുകൾ ക്രോഡീകരിച്ചിട്ടുള്ളത്. സഹീഹുൽ ബുഖാരിയിലെ ആദ്യത്തെ കിതാബ് ബദ്ഇൽ വഹ്യ്, അതായത് വഹ്യിൻ്റെ ആരംഭം എന്ന കിതാബ് കൊണ്ടാണ് സഹീഹുൽ ബുഖാരി തുടക്കം കുറിക്കുന്നത്. അങ്ങനെ കിതാബുൽ ഇൽമുണ്ട്, അതായത് ഇൽമിൻ്റെ അധ്യായം. കിതാബുൽ ഈമാൻ ഉണ്ട്, മനസ്സിലായില്ല. കിതാബു അൽ വുദൂ ഉണ്ട് സഹീഹുൽ ബുഖാരിയിൽ. അതേപോലെ തന്നെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളും ശുചിത്വം, ത്വഹാറത്ത്, ശുദ്ധി കൊണ്ട് ആരംഭിക്കുന്നു. അങ്ങനെ വെള്ളത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നു. വെള്ളത്തിൻ്റെ വ്യത്യസ്ത ഇനങ്ങൾ, അതേപോലെ തന്നെ വുദൂ, നമസ്കാരം, അങ്ങനെയൊക്കെ ചർച്ച ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ വിശ്വാസ കാര്യങ്ങൾ നാം വളരെ ശ്രദ്ധാപൂർവം പ്രാമാണികമായിട്ട് നാം പഠിക്കുവാനും ആചരിക്കുവാനുമൊക്കെ വിശ്വസിക്കുവാനുമൊക്കെ നാം ശ്രദ്ധ കൊടുക്കുന്നത് പോലെ തന്നെ നമ്മുടെ കർമ്മരംഗവും മേഖലയും നാം ഭദ്രമാക്കണം. അത് ഭദ്രമാകണമെങ്കിൽ എന്ത് വേണം? പ്രമാണങ്ങളുടെ വെളിച്ചത്തിലായിരിക്കണം നമ്മുടെ വിശ്വാസവും അതേപോലെ നമ്മുടെ കർമ്മവും, അതേപോലെ ഇടപാടുകളും. കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ നാം വീക്ഷിക്കുകയാണെങ്കിൽ പ്രധാനമായും 2 മേഖലയാണ് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഒന്ന് ഇബാദാത്ത്, ആരാധനാകർമ്മങ്ങൾ. കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട മേഖല എന്താണ്? ആരാധനാകർമ്മങ്ങളാണ്. 2ാം മേഖല ഇടപാടുകൾ. ഇതെല്ലാം അടങ്ങിയതാണ് നമ്മുടെ ശരീഅത്ത്. മനസ്സിലായല്ലോ? നാം കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായി പഠിച്ച ഏതാനും ഹദീസുകൾ പെട്ടെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതായത് ആദാബുൽ ഖലാ, ഈ മലമൂത്ര വിസർജനം നടത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട മര്യാദകളുണ്ട്.
അപ്പോൾ അതിനൊരു പ്രധാനപ്പെട്ട ഒരു മര്യാദയാണ് നാം ടോയ്ലറ്റിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് എങ്ങനെയാണ് നമുക്ക് പഠിച്ചതാണ്. അതായത് ഇടത് കാൽ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു ദിക്ർ, പ്രത്യേക ഒരു പ്രാർത്ഥന ചൊല്ലേണ്ടതുണ്ട് പ്രവേശിക്കുന്നതിന് മുമ്പ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്തി വൽ ഖബാഇസ്. രണ്ട് ഉച്ചാരണം പഠിച്ചതായി പറഞ്ഞിട്ട് മിനൽ ഖുബൂത്തി വൽ ഖബാഇസ്. ബാഇന് ദമ്മ കൊണ്ടും ബാഇന് സുക്കൂന് കൊണ്ടും ഉച്ചരിക്കാം. അപ്പൊ എന്താണത്? അതായത് ആൺ പെൺ പിശാചുക്കളിൽ നിന്ന്, പിശാചുക്കളുടെ ഷർറിൽ നിന്ന് ഞാൻ രക്ഷ തേടുന്നു എന്നാണ് അഹ്ലുൽ ഇൽമ് പണ്ഡിതന്മാർ ഈ ഒരു ഹദീസിന് അർത്ഥം കൊടുത്തത്. എന്താണ് ഹദീസ്? ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചു, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ ദഖല ഖലാ, അതായത് ഖലായിൽ പ്രവേശിച്ചാൽ ഖാല അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബാഇസ്. അതായത് ആൺ പെൺ പിശാചുക്കളിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നിൽ ശരണം തേടുന്നു, അഭയം തേടുന്നു എന്നാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം. അപ്പോൾ ഈ പ്രാർത്ഥന നാം ചൊല്ലാൻ മറക്കരുത്. അതേപോലെ ടോയ്ലറ്റിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഏത് കാലാണ് മുന്നോട്ട് വെക്കേണ്ടത്? വലത് കാല്. എന്താണ് ചൊല്ലേണ്ട പ്രാർത്ഥന? ഗുഫ്രാനക്, ഗുഫ്രാനക്. സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകളിൽ നമുക്കറിയാലോ, ഗുഫ്രാനക റബ്ബന വ ഇലൈക്കൽ മസീർ. ഈ 2 ആയത്തുകൾക്ക് എന്താ പറയുക? ഖവാതീമു സൂറത്തുൽ ബഖറ, ഖവാതീമു സൂറത്തുൽ ബഖറ. അപ്പം രാത്രി നാം ചൊല്ലേണ്ട 2 ആയത്തുകളാണ് ഏത്? സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകൾ, ഖവാതീമു സൂറത്തുൽ ബഖറ. എന്ത് ഈ ഗുഫ്രാനക് എന്ന് പറഞ്ഞാൽ? നമ്മൾ ടോയ്ലറ്റിൽ നിന്ന് പുറത്തേക്ക് കിടക്കുമ്പോൾ പറയുന്നു ഗുഫ്രാനക്. അതെ, ഗുഫ്രാനക് എന്ന് പറഞ്ഞാൽ അത് മസ്ദറാണ്, ക്രിയാധാതുവാണ്. അതിനൊരു ക്രിയ ഉണ്ട്, ഒളിച്ചിരിപ്പാണ്. എന്താണത്? അതായത് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഗുഫ്രാനക്. മനസ്സിലായല്ലോ? അതായത് അല്ലാഹുവേ ഞാൻ നിന്നോട് ഗുഫ്രാന് ചോദിക്കുന്നു, മഗ്ഫിറത്ത് ചോദിക്കുന്നു, പാപമോചനം ചോദിക്കുന്നു, തേടുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതുപോലെ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ അത് മസ്ദറാണ്. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ അതായത് പരിശുദ്ധി എന്നതിൻ്റെ അർത്ഥം. പക്ഷെ അവിടെ ഒരു ക്രിയ ഒളിച്ചിരിപ്പുണ്ട്. അതിന് തഖ്ദീർ എന്താണ്? അതിന് തഖ്ദീർ ഉസബ്ബിഹു സുബ്ഹാനക് എന്ന് പറഞ്ഞാൽ അല്ലാഹുവേ നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ അവിടെ ക്രിയ ഉണ്ട് ഇവിടെ, ഇതല്ലേ? സുബ്ഹാനല്ലാഹ് മാത്രം പറയുകയാണെങ്കിലോ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? അള്ളാഹുവിൻ്റെ പരിശുദ്ധി എന്നാണ്. അപ്പം അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. അപ്പോൾ തൻസീഹിൻ്റെ വാചകമാണ് ഇത് സുബ്ഹാനല്ലാഹ്. അതേപോലെ ഗുഫ്രാനക് എന്ന് പറയുമ്പോൾ അവിടെ എന്താ അർത്ഥം? അള്ളാഹുവെ ഞാൻ പാപമോചനം നിന്നോട് തേടുന്നു, എൻ്റെ പാപങ്ങളൊക്കെ നീ പുറത്തു തരയണമേ എന്ന അർത്ഥമാണത്. പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നുണ്ട്, എന്താണ് ഇപ്പോൾ ഈ ഗുഫ്രാനക് എന്നൊക്കെ നമുക്ക് പറയുമ്പോൾ നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ എന്താണ്? പല പണ്ഡിതന്മാരും പല വീക്ഷണങ്ങളും നൽകുന്നുണ്ട്. അത്രയും നേരം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമുക്ക് സ്മരിക്കാൻ പറ്റിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പാപമോചനം തേടുന്നു എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. എന്നാൽ വേറെ പല മുഹഖിഖീങ്ങളായ പണ്ഡിതന്മാർ പറഞ്ഞ വേറെ വ്യാഖ്യാനമുണ്ട്. എന്ന് പറഞ്ഞാൽ നാം ടോയ്ലറ്റിൽ പ്രവേശിച്ചു, നാം മലമൂത്ര വിസർജനം നടത്തി, അള്ളാഹുവിൻ്റെ പല അനുഗ്രഹങ്ങളും നാം എപ്പോഴും നിത്യേന നാം അനുഭവിക്കുന്നു. പക്ഷെ ഈ അനുഗ്രഹങ്ങൾക്ക് പകരമായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് പകരമായിട്ട് നമുക്ക് പകരമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. എത്ര നന്ദി പറഞ്ഞാലും അതൊന്നും ആവുകയില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും വീഴ്ച വരുത്തുന്നവരാണ്. നമ്മിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ, നമ്മുടെ ശരീര അവയവങ്ങൾ, നമുക്കുള്ള കാഴ്ചശക്തി, കേൾവി ശക്തി, അങ്ങനെ നമ്മുടെ ആരോഗ്യം, ഇതെല്ലാം വലിയ വലിയ അനുഗ്രഹങ്ങളാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം നിങ്ങൾ കണക്കാക്കുകയാണെങ്കിൽ ഒരിക്കലും അത് തിട്ടപ്പെടുത്താൻ സാധിക്കുകയില്ല. അത്രയ്ക്കും വലിയ വലിയ അനുഗ്രഹങ്ങളാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഗുഫ്രാനക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ
വീഴ്ചകൾ അള്ളാഹുവേ നീ പുറത്തു തരണമേ. അതേപോലെ നോക്കൂ, നിങ്ങൾ പണ്ഡിതന്മാർ ചർച്ച ചെയ്യാണ്, നമ്മൾ പല ഇബാദത്തുകളും കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ സ്മരിക്കാനും അള്ളാഹുവിനോട് പാപമോചനം തേടാനും ആവശ്യപ്പെടുന്നു. എന്താണത്? അള്ളാഹു നമുക്ക് നിർബന്ധമാക്കിയ പല കർമ്മങ്ങൾ. നമസ്കാരം കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ ആദ്യം സുന്നത്താക്കപ്പെട്ട ദിക്ർ ഏതാണ്? അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്തത്? നമസ്കാരമാണ്. അതായത് കർമ്മങ്ങളിൽ, ഇബാദത്തുകളിൽ ഏറ്റവും മുകൾ തട്ടിൽ നിൽക്കുന്ന കർമ്മമാണ് ഏത്? നമസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വജുഇലത് ഖുർറത്തു ഐനി ഫിസ്സലാം, അതായത് നമസ്കാരത്തിലാണ് എൻ്റെ കൺകുളിർ ഉള്ളത്. പത്രക്കും ഇഷ്ടപ്പെട്ടതാണ് നമസ്കാരം. ആദ്യം അള്ളാഹു ചോദ്യം ചെയ്യുന്നതും നമസ്കാരം സംബന്ധിച്ചാണ്. അപ്പോൾ ആ നമസ്കാരം കഴിഞ്ഞാൽ ഉടനെ അസ്തഗ്ഫിറുല്ലാഹ് 3 പ്രാവശ്യം ചൊല്ലാൻ ആവശ്യപ്പെടുന്നു. അപ്പം എന്താണത്? നമ്മൾ നമസ്കരിച്ചു, ശരിയാണത്. പക്ഷെ ആ നമസ്കാരത്തിൽ നമുക്ക് എത്രമാത്രം വീഴ്ചകൾ വരുന്നുണ്ട്, എത്രമാത്രം അള്ളാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെട്ടത് പ്രകാരം നമുക്ക് നമസ്കരിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഖുശൂഅോട് കൂടി എത്ര പേര് നമസ്കരിക്കുന്നുണ്ട്? പല വീഴ്ചകളും പല അശ്രദ്ധയോടു കൂടിയാണ് പലരും നമസ്കരിക്കുന്നത്. അള്ളാഹു പുറത്തു തരട്ടെ. അപ്പോൾ അസ്തഗ്ഫിറുല്ലാഹ്, തീർച്ചയായിട്ടും പല കർമ്മങ്ങൾക്ക് ശേഷവും നമ്മൾ ഇങ്ങനെയുള്ള ഇസ്തിഗ്ഫാറിൻ്റെ മവാദിഅ നാം പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുവാനും അള്ളാഹു ആവശ്യപ്പെട്ടത് പ്രകാരം കർമ്മങ്ങൾ നിർവഹിക്കുവാനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതേപോലെ സഹോദരന്മാരെ, നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച ഹദീസാണ്. അതായത് മലമൂത്ര വിസർജനം നടത്തുമ്പോൾ ഖിബ്ലക്ക് നേരെ തിരിഞ്ഞിട്ടോ മുന്നിട്ടിട്ടോ പിന്തിരിഞ്ഞിട്ടോ നാം നിർവഹിക്കാൻ പാടില്ല എന്ന ഹദീസുകൾ പഠിച്ചു. അതിന് പ്രധാനമായും 2 ഹദീസുകളാണ് നാം പഠിച്ചത്. ഒന്ന് അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ്. അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു അറിയപ്പെട്ട സഹാബി വര്യനാണ്. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? ഖാലിദ് ഇബ്നു സയ്യിദ്. പലപ്പോഴും പല സഹാബിമാരുടെയും കുഞ്ഞത്താണ് നമുക്ക് പരിചയം, യഥാർത്ഥ പേര് നാം പഠിക്കേണ്ടതുണ്ട്. അബൂ അയ്യൂബ് അൽ അൻസാരി ഖാലിദ് ഇബ്നു സയ്യിദ്. അതേപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ പേരെന്താണ്? അബ്ദുറഹ്മാൻ ഇബ്നു സഖർ അദ്ദൗസി. അങ്ങനെ പല സഹാബിമാരുടെയും കുഞ്ഞത്താണ്, അതായത് മകനിലേക്കോ അങ്ങനെ വല്ലവരിലേക്കും ചേർത്തുകൊണ്ടുള്ള പേരാണല്ലോ, അതിനാ പറയും കുനിയ എന്ന് പറയാം. മനസ്സിലായല്ലോ? ഇപ്പോൾ അബൂ ദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിൻ്റെ പേരെന്താണ്? ജുൻദുബ് ഇബ്നു ജുനാദ. അതേപോലെ തന്നെ അബൂ ഉമാമത്ത് അൽ ബാഹിലി റളിയല്ലാഹു അൻഹു അറിയപ്പെട്ട സഹാബി വര്യനാണ്. സുദൈ ഇബ്നു അജ്ലാൻ അദ്ദേഹത്തിൻ്റെ പേര്. അതേപോലെ അബൂദർദാ റളിയല്ലാഹു അൻഹു, അബൂദർദാ അറിയപ്പെട്ട സഹാബിയാണ്, ഖസ്റജി ഗോത്രക്കാരനാണ്. ഉവൈമിർ ഇബ്നു സയ്യിദ്. അതൊക്കെ ഈ സഹാബിമാരെ സംബന്ധിച്ച് പരിചയപ്പെടുത്തുന്ന ഗ്രന്ഥങ്ങളിൽ നമുക്ക് വിശദമായി പഠിക്കാനൊക്കെ സാധിക്കും. അപ്പോൾ അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയ ഹദീസ് എന്താണത്? ഇദാ അതൈതുമുൽ ഗായിത്ത് ഫലാ തസ്തഖ്ബിലുൽ ഖിബ്ലത ബിഗായിത്തിൻ വലാ ബൗൽ വലാ തസ്തദ്ബിറൂഹ വലാകിൻ ശർഖൂ ഔ ഗർരിബൂ. അതായത് നമ്മുടെ ഉംദയുടെ നമ്പർ 17 ഹദീസാണ് കേട്ടോ. അതായത് നിങ്ങൾ മലമൂത്ര വിസർജനം നടത്തുകയാണെങ്കിൽ, നിങ്ങൾ ഗായത്തിലേക്ക്, നിങ്ങൾ ടോയ്ലറ്റിലേക്ക് നിങ്ങൾ എത്തിപ്പെടുകയാണെങ്കിൽ, ഫലാ തസ്തഖ്ബിലുൽ ഖിബ്ലത ബിഗായിത്തിൻ വലാ ബൗൽ, നിങ്ങൾ ഖിബ്ലക്ക് നേരെ തിരിയുകയോ അതേപോലെ പിന്നിടുകയോ ചെയ്യരുത്. വലാ തസ്തദ്ബിറൂഹ വലാകിൻ ശർഖൂ ഔ ഗർരിബൂ, എന്നാൽ നിങ്ങൾ കിഴക്ക് ഭാഗത്തേക്കോ അല്ലെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്തേക്കോ തിരിഞ്ഞ് നിങ്ങൾ നിർവഹിക്കുക. അപ്പോൾ അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു ഈ ഹദീസ് ധരിച്ച സഹാബി പറയാണ്, അങ്ങനെ ഞങ്ങൾ ഷാമിലേക്ക് എത്തിപ്പെട്ടു. ഫഖദിംന അശ്ശാം ഫവജദ്നാ മറാഹിദ ഖദ് ബുനിയത് നഹ്വൽ കഅബ. അങ്ങനെ ഞങ്ങൾ പല ടോയ്ലറ്റുകളും കഅബയിലേക്ക് തിരിഞ്ഞ് നിർമ്മിതമായ ടോയ്ലറ്റുകൾ ഞങ്ങൾ ദർശിക്കുകയുണ്ടായി. ഫനൻഹരിഫു അൻഹാ വനസ്തഗ്ഫിറുല്ലാഹ അസ്സ വജൽ. അങ്ങനെ ഞങ്ങൾ തിരിഞ്ഞ് ഖിബ്ലയിലേക്ക് തിരിയാതെ അപ്പുറത്തേക്ക് തിരിഞ്ഞ് ഞങ്ങൾ നിർവഹിക്കും, ഞങ്ങൾ അള്ളാഹുവിനോട് പാപമോചനം തേടുകയും ചെയ്യും എന്ന്. അപ്പോൾ ഈ ഹദീസിന് താല്പര്യമനുസരിച്ച് പല പണ്ഡിതന്മാരും നിരുപാധികം ഖിബ്ലക്ക് നേരെ വിസർജിക്കരുത്, ഖിബ്ലക്ക് നേരെ തിരിഞ്ഞിട്ടോ അല്ലെങ്കിൽ പിന്നിട്ടിട്ടോ മലമൂത്ര വിസർജനം നടത്താൻ പാടില്ല എന്ന് പറഞ്ഞ എത്രയോ പണ്ഡിതന്മാരുണ്ട്. ഈ വിഷയത്തിൽ ജുംഹൂറിൻ്റെ ബഹുഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായവും
അതേപോലെ അതിനുശേഷം നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസുമൊക്കെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു വീക്ഷണമാണ് പ്രബലമായത് എന്ന് പറഞ്ഞു. എന്താണത്? കെട്ടിടത്തിന്റെ അകത്താണെങ്കിൽ കുഴപ്പമില്ല, കെട്ടിടത്തിന്റെ പുറത്ത് വിശാലമായ മരുഭൂമി, തുറന്ന സ്ഥലം, അങ്ങനെയാണെങ്കിൽ നാം ശ്രദ്ധിക്കണം. നമ്മൾ ദീർഘയാത്ര, പ്രത്യേകിച്ച് സൗദി അറേബ്യയിലൊക്കെ നമുക്കറിയില്ലോ, വിശാലമായ മരുഭൂമിയാണ് പല സിറ്റികൾക്ക് ഇടയിൽ. അപ്പോൾ നമ്മൾ നമസ്കരിക്കുകയാണെങ്കിൽ നാം എന്താണ്, അതിന് മുമ്പ് നമ്മൾ പിന്നെ മൂത്തൊഴിക്കാൻ ഇറങ്ങി, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഖിബ്ലയ്ക്ക് നേരെയാണോ അല്ലെന്ന് നമ്മൾ തീർച്ചയായിട്ടും അവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മനസ്സിലായല്ലോ? അതേപോലെ തന്നെ വിശാലമായ മൈതാനം, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നാം ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ കെട്ടിടത്തിൻ്റെ അകത്താണെങ്കിൽ എന്താണ്, നാം അത് നിർബന്ധമായും പാലിക്കേണ്ടതില്ല എന്നാണ് ഈ വിഷയത്തിൽ പ്രബലമായ അഭിപ്രായം. അതിനുള്ള തെളിവ് എന്താണ്? അതാണ് നമ്പർ 15 ഹദീസ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു അറിയപ്പെട്ട സഹാബിയാണ്, പണ്ഡിതനാണ്. അതായത് വലിയ വലിയ പണ്ഡിതന്മാരായ സഹാബിമാരുണ്ട്. അവരിൽപ്പെട്ട ഒരു സഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്. ഇവരൊക്കെ വലിയ വലിയ സഹാബിമാരുമാണ്, വലിയ വലിയ പണ്ഡിതന്മാരുമാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്താ പറയുന്നത്? റഖീതു യൗമൻ അലാ ബൈതി ഹഫ്സ. റഖീതു എന്നർത്ഥം ഞാൻ കയറിപ്പോയി. അലാ ബൈതി ഹഫ്സ, ഹഫ്സയുടെ വീട്ടിൻ്റെ മേലെ ഞാൻ കയറിപ്പോയി. റഖീതു, ഈ റഖിയ എന്ന് പറഞ്ഞാൽ കയറി, റഖ എന്ന് പറഞ്ഞാലോ മന്ത്രിച്ചു എന്ന്. നാം റുക്കി നടത്തി എന്നിങ്ങനെ പറയാം, റഖീതു എന്ന് പറഞ്ഞാലോ ഞാൻ കയറി എന്ന്. അതുകൊണ്ടാണ് ഭാഷാ നിഘണ്ടുകൾ ഈ വിഷയത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതാണ്. പണ്ഡിതന്മാർ പറയുന്നു റഖീതു റഖിയ അലാ വസ്നി റദിയ, റദിയയുടെ വസ്നാണ് ഇതിന് റഖിയ, എന്താ അർത്ഥം? കയറി എന്ന്. അപ്പോൾ എന്താ ഇതിൻ്റെ അർത്ഥം? അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഹഫ്സയുടെ വീട്ടിൻ്റെ മേലെ കയറി. ആരാണ് ഈ ഹഫ്സ റളിയല്ലാഹു അൻഹ? അബ്ദുല്ലാഹിന്റെ സഹോദരൻ, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പുത്രി, മകളാണ് ആര്? ഹഫ്സ റളിയല്ലാഹു അൻഹ. അഥവാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പത്നിമാരിൽ അറിയപ്പെട്ട മഹദിയാണ് ഹഫ്സ ബിൻത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അങ്ങനെ അബ്ദുല്ലാഹി സഹോദരനായ അബ്ദുള്ള പറയാണ്, ഫറഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്ദി ഹാജതഹു മുസ്തഖ്ബില അശ്ശാമി മുസ്തദ്ബിറൽ കഅബ. അതായത് കഅബയെ പിന്നിട്ടുകൊണ്ട് ബൈത്തുൽ മഖ്ദിസിനെ അഭിമുഖീകരിച്ചുകൊണ്ട്, ബൈത്തുൽ മഖ്ദിസിന് നേരെ, ഷാമിന്റെ നേരെ, എന്നാൽ കഅബയെ പിന്നിട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യം നിർവഹിക്കുന്നതായി ഞാൻ കണ്ടു എന്ന്. വഫീ റിവായത്തിൻ, വേറെ റിവായത്തിൻ മുസ്തഖ്ബിലൻ ബൈത്തുൽ മഖ്ദിസ്, ബൈത്തുൽ മഖ്ദിസ് മുന്നിട്ടുകൊണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ പണ്ഡിതന്മാർ മനസ്സിലാക്കിയത്? അതായത് കെട്ടിടത്തിൻ്റെ അകത്താണെങ്കിൽ, വീടിൻ്റെ അകത്താണെങ്കിൽ ഈ ഒരു ഹുക്മ് ബാധകമല്ല എന്ന കാര്യം പഠിപ്പിക്കുന്ന ഹദീസാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ സഹോദരന്മാരെ, ഫുഖഹാക്കൾക്കിടയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ട് അഭിപ്രായമുണ്ട്. അതായത് മാലിക്കി മദ്ഹബ്, ഷാഫിഈ മദ്ഹബ്, അതേപോലെ ഹംബലി മദ്ഹബ്. ഈ മദ്ഹബുകാരൊക്കെ, പണ്ഡിതന്മാരൊക്കെ പറയുന്നു എന്താണ്, അതായത് ഫർഖുൻ ബൈനൽ ബുനിയാനി വഗൈരി, കെട്ടിടത്തിൻ്റെ അകത്ത് നാം നിർവഹിക്കുന്നതും പുറത്ത് നാം വിസർജിക്കുന്നതും രണ്ടാണ് ഈ വിഷയത്തിൽ എന്ന് പറഞ്ഞ പണ്ഡിതന്മാരാണ്. എന്നാൽ ഹനഫി മദ്ഹബ് പ്രകാരം നിരുപാധികം നിഷിദ്ധമാണ് എന്ന്. അപ്പോൾ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പോലെ പണ്ഡിതന്മാരൊക്കെ തിരഞ്ഞെടുത്ത അഭിപ്രായവും ഇത് തന്നെയാണ്. എന്നാൽ രണ്ട് ഹദീസുകളും സംയോജിപ്പിച്ചുകൊണ്ട്, അഥവാ ഈ വിഷയത്തിൽ നമുക്ക് സൂക്ഷ്മമായ അഭിപ്രായം തീർച്ചയായിട്ടും ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ തന്നെ കെട്ടിടത്തിൻ്റെ അകത്താണെങ്കിൽ അത് നിഷിദ്ധമാകുന്നില്ല എന്ന്. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അത് ആ ഒരു ഹദീസ് പ്രകാരം അമലും ചെയ്തിട്ടുണ്ട്. അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്ത സ്വീകാര്യമായ പരമ്പരയോട് കൂടി ഉദ്ധരിച്ച ഒരു അഫറിൽ മർവാനുൽ അസ്ഫർ എന്ന താബിഈ പണ്ഡിതൻ പറയാണ്, റഅയ്തു ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അനാഖ റാഹിലതഹു മുസ്തഖ്ബിലൽ ഖിബ്ല യബൂലു ഇലൈഹാ. ഖിബ്ലക്ക് നേരെ ഒരിക്കൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഒട്ടകത്തെ അവിടെ ശരിക്ക് ഇറക്കി വെച്ച് അദ്ദേഹം മൂത്രമൊഴിച്ചപ്പോൾ ഖിബ്ലക്ക് നേരെയാണ് മൂത്രമൊഴിച്ചത് എന്ന്
മർവാൻ അൽ അസ്ഫർ റഹിമഹുല്ല എന്ന താബിഈ പണ്ഡിതൻ പറയുകയുണ്ടായി. അപ്പോൾ അവിടുന്ന് ചോദിച്ചു, യാ അബ അബ്ദുറഹ്മാൻ അലൈസ ഖദ് നുഹിയ അൻ ദാലിക്, അങ്ങനെ ഖിബ്ലയ്ക്ക് നേരെ മുത്തലിക്കാൻ പാടില്ലല്ലോ സഹാബി വരികയെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഇന്നമാ നുഹിയ അൻ ഹാദാ ഫിൽ ഫദാ ഫഇദാ കാന ബൈനക വബൈനൽ ഖിബ്ലതി ശൈഉൻ യസ്തുറുക ഫലാ ബഅസ. എന്ന് പറഞ്ഞാൽ ഇത് വിശാലമായ മൈതാനത്ത് വെച്ചാണ് ഇത് ശരിക്കും നിഷിദ്ധമാക്കപ്പെട്ടത്. എന്നാൽ താങ്കൾക്കും ഖിബ്ലക്കും ഇടയിൽ ഒരു മറയുണ്ടെങ്കിൽ അവിടെ ഈ ഒരു വിഷയം ബാധകമല്ല എന്ന് ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഷെയ്ഖ് അൽബാനിയൊക്കെ ഹസനാണെന്ന് പറഞ്ഞ അഫറിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കിയതാണ്. സഹോദരന്മാർ, ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് ഇതാണ് കിതാബുൽ ഉംദ കേട്ടോ. നമ്മൾ പഠിക്കുന്ന ഗ്രന്ഥമാണ് ഉംദത്തുൽ അഹ്കാം. അൽ ഹാഫിദ് അബ്ദുൽ ഗനി അൽ മഖ്ദിസി റഹ്മഹുല്ലാ രചിച്ച ഗ്രന്ഥം. ഇതിൻ്റെ 16-ാമത്തെ ഹദീസാണ് നാം ഇവിടെ പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതാണ്. അതായത് അക്കത്തിൻ്റെ വിഷയത്തിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. ചില പതിപ്പുകളിൽ 15 കാണും, 16 കാണും. മനസ്സിലായല്ലോ? അപ്പോൾ ചില റിവായത്തുകൾ എണ്ണുമ്പോൾ അക്കം കൂടും. മനസ്സിലായല്ലോ? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാദിമുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അന്നഹു ഖാല കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യദ്ഖുലുൽ ഖലാഅ ഫഅഹ്മിലു അന വഗുലാമുൻ നഹ്വി ഇദാവതൻ മിൻ മാഇൻ വഅനസ ഫയസ്തൻജി ബിൽ മാ. അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖലാഇൽ പ്രവേശിക്കുമായിരുന്നു. ഈ ഖലാ എന്ന വാക്കിൻ്റെ ശരിയായ, അതായത് അതിൻ്റെ ഒറിജിനൽ അർത്ഥം എന്താണ്? അതായത് തുറന്ന സ്ഥലം എന്നർത്ഥം. തുറന്ന ഒരു കാലിസ്ഥലം. മനസ്സിലായല്ലോ? ഖലാഇൻ്റെ അർത്ഥം എന്നാണ്. പക്ഷേ ഈ ഖലാ എന്ന ഈ കാലിസ്ഥലം എന്ന വാക്ക് പിന്നെ ഏതിനു വേണ്ടി ഉപയോഗിച്ചു? ടോയ്ലറ്റിന് വേണ്ടി ഉപയോഗിച്ചു. ഒരാൾ ടോയ്ലറ്റിൽ പ്രവേശിക്കുന്നു പറയുമ്പോൾ ദഖലൽ ഖലാ എന്ന് പറയും. അത് ശരിക്ക് ഹദീസുകളും അതേപോലെ ഖുർആനൊക്കെ പഠിപ്പിക്കുന്ന അദബാണ്, സൂചിപ്പിച്ചതാണത്. നമ്മൾ പ്രയോഗത്തിൽ നാം അദബ് പാലിച്ചുകൊണ്ട് നല്ല വാക്കുകൾ പ്രയോഗിക്കുക എന്ന അടിസ്ഥാനത്തിലാണ് നമുക്കൊക്കെ ഇതൊക്കെ ശരിക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പം അബൂ അയ്യൂബ് അൻസറി പറഞ്ഞല്ലോ റളിയല്ലാഹു അൻഹു, ഞങ്ങൾ ഷാമിലേക്ക് എത്തിപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ ഫവജദ്നാ മറാഹീബ ഖദ് ബുനിയത് നഹ്വൽ കഅബ, കഅബയിലേക്ക് തിരിഞ്ഞ് നിർമ്മിതമായ ടോയ്ലറ്റുകൾ കണ്ടു എന്നതിന് എന്താ പറഞ്ഞത്? മറാഹീബ്. മറാഹീബ് മിർഹാദിൻ്റെ ബഹുവചനമാണ്. ഇത് മിർഹാദ് ഒരാൾ, അതായത് നമ്മൾ വാഷ് ചെയ്യുന്ന സ്ഥലം നടത്തും. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് വാഷ്റൂം, അതേപോലെ ബാത്റൂം എന്നൊക്കെ പറയും. മനസ്സിലായല്ലോ? അപ്പോൾ അതിനൊക്കെ അസ്ലെന്താണ്? ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ എന്താണ്? ഗായിത്ത് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഹദീസിലും വന്നിട്ടുണ്ട്. എന്താണ് ശരിക്കും അവിടെ എന്താ പറയുക? മലം വിസർജിക്കുമ്പോൾ എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ അവിടെ ശരിക്ക് ഗായിത്ത് എന്നതിൻ്റെ വാക്കിന് ശരിക്കുള്ള അർത്ഥം എന്താ അറിയോ? അതായത് വിശാലമായ നല്ല മണ്ണ് എന്നതിൻ്റെ അർത്ഥം. ഇദാ അതൈതുമുൽ ഗായിത്ത് എന്നതിൻ്റെ അർത്ഥം ശരിക്കും അവിടെ അതിൻ്റെ ആ വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണ്? വിശാലമായ മണ്ണ് എന്നാണ്. അപ്പം അങ്ങനെയുള്ള നല്ല നല്ല വാക്കുകൾ ശരിക്കും അദബിൻ്റെ ആ ഒരു മര്യാദയുടെ അടിസ്ഥാനത്തിൽ അവിടെ നാം പിന്നെ പ്രയോഗിച്ചതായി കാണുന്നു. അതൊക്കെ നമുക്കും നമ്മുടെ ഭാഷ സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് ശരിക്ക് അനിഷ്ടമായ വാക്കുകൾ പ്രയോഗിക്കാതിരിക്കുക. എല്ലാവർക്കും പിന്നെ കേൾക്കാൻ താല്പര്യമുള്ള, കേൾക്കാൻ വെറുപ്പില്ലാത്ത ഭാഷ അല്ലെങ്കിൽ വാക്കുകളൊക്കെ പ്രയോഗിക്കുക എന്ന ഒരു അദബ് ഇങ്ങനെയുള്ള ആയത്തുകളിൽ നിന്നും ഹദീസുകളിൽ നമുക്ക് മനസ്സിലാകുന്നു. എന്താണ് ഹദീസ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖലായിൽ പ്രവേശിച്ചാൽ ഫഅഹ്മിലു അന വഗുലാമുൻ നഹ്വി ഇദാവതൻ മിമ്മാ. അതായത് അനസ് റളിയല്ലാഹു അൻഹു സഹാബിയാണ്, അതേപോലെ വേല വൃത്തി ചെയ്യുന്ന വേലക്കാരനുമാണ്. അപ്പോൾ അനസും പറയാണ്, ഞാനും എന്നെപ്പോലെയുള്ള ഒരു ചെറുപ്പക്കാരനും എന്ത് ചെയ്യും? നബിക്ക് വേണ്ടി ഒരു പാത്രത്തിൽ വെള്ളം എടുത്തുകൊണ്ട് ഒരു കുന്തം, ഒരു വടി പിടിച്ചുകൊണ്ട് ഞങ്ങൾ എന്താണ് റസൂൽ വസല്ലമിൻ്റെ കൂടെ ഞങ്ങൾ പോകും. ഫയസ്തൻജി ബിൽ മാ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളം കൊണ്ട് ശുദ്ധീകരിക്കുമെന്ന്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നാം പഠിക്കും. ഇവിടെ ശരിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ടോയ്ലറ്റിൽ പ്രവേശിക്കുകയാണെങ്കിൽ ഞാനും എൻ്റെ കൂടെയുള്ള
എൻ്റെ ഒപ്പമുള്ള ഒരു ചെറുപ്പക്കാരൻ, ഒരു പയ്യൻ, ഇദാവത്തൻ മിമ്മ, അതായത് ഒരു പാത്രം പിന്നെ വെള്ളം കൊണ്ട് ഞങ്ങൾ ഏറ്റുപിടിച്ചുകൊണ്ട് ഒരു വടിയും ഞങ്ങളുടെ കൂടെ ഉണ്ടാകുന്നു. അപ്പോൾ യസ്തൻജി ബിൽമാ, നബി അലൈഹിസ്സലാം ആ പാത്രം കൊണ്ട് ശരിക്കും ശുദ്ധീകരിക്കുമെന്ന്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? ഒന്നാമത്തെ ഉദ്ദേശം വെള്ളം കൊണ്ട് ശുദ്ധീകരിച്ചാൽ മതിയാകുന്നതാണ് എന്ന കാര്യം പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഹദീസാണ്. അതായത് പണ്ഡിതന്മാർ ചർച്ച ചെയ്തൊരു വിഷയമാണ്. അപ്പം വെള്ളം കൊണ്ട്, ഇപ്പോൾ നമ്മൾ മലമൂത്ര വിസർജനം നടത്തുമ്പോൾ വെള്ളം കൊണ്ട് ശുദ്ധീകരിക്കലാണോ, അതല്ല കല്ലുകൊണ്ട്, ആധുനിക സംവിധാനം ഉപയോഗിച്ചുകൊണ്ട്, ഇപ്പോൾ ടിഷ്യൂ കൊണ്ട്, ഏതാണ് ഏറ്റവും ഉത്തമം? തീർച്ചയായിട്ടും ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാർ പ്രമാണത്തിന് വഴി പഠിച്ചിട്ട് പറഞ്ഞതുപോലെ തന്നെ വെള്ളം കൊണ്ട് ശുദ്ധീകരിക്കാനാണ് ഏറ്റവും അക്മൽ, അഫ്ദൽ, ഏറ്റവും ശ്രേഷ്ഠമായ രൂപം. എന്താണ്? വെള്ളം കൊണ്ട് ശുദ്ധീകരിക്കുന്നത് തന്നെയാണ്. എന്നാൽ ഒരാൾക്ക് ടിഷ്യൂ കൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് ശുദ്ധീകരിച്ചു, തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അങ്ങനെ പറ്റും, പക്ഷെ ശുദ്ധീകരണം നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ടിഷ്യൂ പോലെയുള്ള സംവിധാനങ്ങൾ കൊണ്ടൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഒരു ഹദീസ് ഉദ്ധരിക്കുന്നത് ഏതിൻ്റെ അധ്യായത്തിലാണ്? ബാബുൽ ഇസ്തിൻജാഇ ബിൽ മാ, വെള്ളം കൊണ്ട് ശുദ്ധീകരിക്കുക എന്ന അധ്യായത്തിലാണ് ഇമാം ബുഖാരി ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദ്ഖുലുൽ ഖലാഅ, ഇമാം ബുഖാരിയുടെ ഈ അധ്യായത്തിലുള്ള ലഫ്ദ് കാന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖറജ ലിഹാജതിഹി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൽ പിന്നെ നബിയുടെ ആവശ്യം നിർവഹിക്കുവാൻ വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തേക്ക് കടക്കുകയാണെങ്കിൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആദ്യ കാലഘട്ടത്തിൽ, ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ ഈ മലമൂത്ര വിസർജനം നടത്തുവാൻ വേണ്ടി ആൾക്കാരൊക്കെ പുറത്തേക്കാണ് പോവുക. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പഴയ കാലത്ത് പറമ്പിലേക്ക് പോകുമായിരുന്നു. മനസ്സിലായല്ലോ? അതായത് നമ്മുടെ നാട്ടിലും ഇപ്പോൾ നബിൻ്റെ കാലമൊന്നും പറയേണ്ടതില്ലല്ലോ. നമ്മുടെ നാട്ടിൽ തന്നെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, ടോയ്ലറ്റുകൾ നിർമ്മിക്കുന്നതിന് മുമ്പ് ആൾക്കാർ പലപ്പോഴും പറമ്പിലേക്ക് പോകും, അങ്ങനെ അകന്നു പോകും, അങ്ങനെ അവർ ആവശ്യങ്ങൾ നിർവഹിക്കുന്നു. പിന്നീടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിൽ ഈ വീടുകളുടെ അകത്ത് ശരിക്കും ടോയ്ലറ്റുകളൊക്കെ നിർമ്മിക്കാൻ തുടങ്ങിയത്. മനസ്സിലായല്ലോ? അപ്പോൾ പല ഹദീസുകൾ നാം വായിക്കുമ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാകും, ഇങ്ങനെയുള്ള തുറന്ന സ്ഥലത്തേക്ക് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോകുമായിരുന്നു എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഫഅഹ്മിലു അന വഗുലാമുൻ നഹ്വി, അപ്പോൾ ഞാനും എൻ്റെ അതേ പ്രായക്കാരനായ ഒരു ഗുലാം, അവിടെ പ്രായത്തിന് കണക്കാണോ അത് എന്നെപ്പോലെ ഒരു വേലക്കാരൻ എന്ന അർത്ഥത്തിലാണോ എന്നൊക്കെ പണ്ഡിതന്മാർ ചർച്ചയുണ്ട്. ഇദാമത്തൻ മിമ്മ, അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിദ്മത്ത് ചെയ്തുകൊണ്ട് എന്താണ് ഒരു പാത്രത്തിൽ വെള്ളം, അതേപോലെ ഒരു വടിയും. ഈ വടിയുടെ ഉദ്ദേശം എന്താണ്? പണ്ഡിതന്മാർ ചർച്ച ചെയ്യുകയാണ്. ഒരു വിശദീകരണം എന്താണ്? ഷെയ്ഖ് അബ്ദുല്ലാഹ് അൽ ബസ്സാം റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ തന്നെ, തഫ്സീറുൽ അല്ലാമിൽ പറഞ്ഞതുപോലെ, അതായത് ആ വടി ഒരു സ്ഥലത്ത് സ്ഥാപിക്കും, എന്നിട്ട് എന്താണ് ഒരു തുണി വിരിക്കും. അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറക്ക് വേണ്ടിയാണ്, മറ ഉണ്ടാക്കുവാൻ വേണ്ടിയാണ് ഈ വടി കൈപിടിക്കുന്നത് എന്നൊരർത്ഥം. എന്നാൽ പല പണ്ഡിതന്മാരും ഹദീസിന്റെ ശാരിഫ്യങ്ങൾ പറഞ്ഞ വീക്ഷണപ്രകാരം ഈ വടിയുടെ പ്രധാന ഉദ്ദേശം എന്താണ്? അതായത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വുളു എടുത്തു കഴിഞ്ഞാൽ 2 റക്അത്ത് നിസ്കരിക്കും. അപ്പോൾ ഈ നമസ്കാരം നിർവഹിക്കണമെങ്കിൽ എന്ത് വേണം? സുത്ര വേണം. പള്ളിയുടെ അകത്തല്ലല്ലോ, നമ്മളിപ്പോൾ പുറത്ത് മൈതാനത്തേക്ക് നിസ്കരിക്കുകയാണെങ്കിൽ എന്ത് വേണം? സുത്ര വേണം, മറ വേണം. പള്ളിക്ക് കെട്ടിടമാണെങ്കിൽ നമുക്ക് സുത്ര നമുക്ക് എളുപ്പമാണ്, ഒരു വടി നമുക്ക് സ്ഥാപിക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ പുറത്താണെങ്കിലോ അവിടെ ഒരു മറക്ക് വേണ്ടി അവിടെ ആ ഒരു വടി ശരിക്ക് ഉപയോഗപ്പെടുത്താം. അതേപോലെ തന്നെ വിഷബാധയുള്ള ജന്തുക്കൾ, അവയുടെ ഉപദ്രവം നീക്കുവാൻ വേണ്ടി ആ ഒരു വടി ഉപയോഗിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അങ്ങനെ അതേപോലെ തന്നെ മൂത്രമൊഴിക്കണമെങ്കിൽ, ഉദാഹരണത്തിന് നല്ല മയമുള്ള സ്ഥലമല്ലെങ്കിൽ അവിടെ എന്താണ് മൂത്രം തെറിക്കാൻ സാധ്യതയുണ്ട്. നല്ല ഉറപ്പുള്ള ഒരു മണ്ണാണെങ്കിൽ അതിനൊന്ന് ഒന്ന് ഇളക്കുവാൻ വേണ്ടി, മണ്ണിനൊന്ന് ഇളക്കുവാൻ വേണ്ടി, മയപ്പെടുത്തുവാൻ വേണ്ടിയും ആ വടി ഉപയോഗിക്കാം എന്നൊക്കെ ശാരീരികങ്ങൾ പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും. സഹീഹുൽ ബുഖാരിക്ക് പല ഷർഹുകളുമുണ്ട് അല്ലേ? ഇബ്നു ഹജർ അസ്ഖലാനിയുടെ ഫത്ഹുൽ ബാരി,
അതേപോലെ ഇമാം ഖസ്സലാനിയുടെ ഇർഷാദുസ് സാരിക്, പല ഹദീസ് ഗ്രന്ഥങ്ങളുമുണ്ട്. ഇതിലൊക്കെ പറഞ്ഞ വ്യാഖ്യാനങ്ങളാണ് ഇവിടെ ലഘുവായിട്ട് ഇവിടെ വിശദീകരിച്ചത്. ഇമാം നവവി പറഞ്ഞു, വഅമ്മൽ അനസതു ഫബിഫത്ഹിൽ ഐനി വസ്സായി وإنما كان يستصحبها النبي صلى الله عليه وسلم لأنه كان إذا توضأ صلى فيحتاج إلى نصبها بين يديه لتكون حائلا يصلي إليه. അതായത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വുദു എടുത്തു കഴിഞ്ഞാൽ നബിക്ക് നമസ്കരിക്കണം. അപ്പോൾ നമസ്കാരത്തിന് സൂത്രക്കൊരു മറക്ക് വേണ്ടിയാണ് ഈ വടി കൈപിടിക്കുന്നത് എന്ന് ഇമാം നവവി പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ ഹദീദിന്റെ ശറഹുകളിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ ഹദീദിന് കിട്ടാവുന്ന പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? വെള്ളം കൊണ്ട് നാം ശുദ്ധീകരിച്ചാൽ മതിയാവുന്നതാകുന്നു. പിന്നെ വേറെ കല്ലിൻ്റെയോ അല്ലെങ്കിൽ ടിഷ്യൂവിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നാൽ ടിഷ്യൂ കൊണ്ട് നാം ശുദ്ധീകരിക്കപ്പെട്ടു, അതുകൊണ്ട് മതിയാക്കാൻ പറ്റുമോ? മതിയാക്കാൻ പറ്റും എന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. പക്ഷെ അവിടെ നാം കഴിഞ്ഞ ക്ലാസ്സുകൾ സൂചിപ്പിച്ചതാണ്, സൽമാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിലൊക്കെ ഒന്നതാണല്ലോ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ വിലക്കിയിട്ടുണ്ട് 3 കല്ലുകൾ കുറവുള്ളത് കൊണ്ട് ശുദ്ധീകരിക്കാൻ പാടില്ല എന്ന്. മനസ്സിലായേ? അതായത് ഇപ്പം പിന്നെ വെള്ളം കൊണ്ടല്ലാതെ നാം ശുദ്ധീകരിക്കുകയാണെങ്കിൽ 3 പ്രാവശ്യം നാം ശുദ്ധീകരിക്കണം. 3 കല്ലുകൾ, ഇനി 3 വശമുള്ള കല്ല്, ഒരു കല്ല്, 3 ടിഷ്യൂ, ഇങ്ങനെയല്ലാതെ നാം കുറവ് വരുത്താൻ പാടില്ല. അങ്ങനെ ശുദ്ധീകരിച്ചത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അതുകൊണ്ട് മതിയാക്കാൻ പറ്റുന്നതാണ്. വെള്ളം ഉപയോഗിക്കൽ നിർബന്ധമല്ല. പ്രത്യേകിച്ച് യാത്ര സമയത്തൊക്കെ നമുക്ക് എപ്പോഴും വെള്ളം കിട്ടണമെന്നില്ല. അപ്പോൾ ടിഷ്യൂ പോലെയുള്ള സംവിധാനങ്ങൾ കൊണ്ടൊക്കെ നാം ശുദ്ധീകരിച്ചാൽ മതിയാവുന്നതാണ്. പക്ഷെ ആ ശുദ്ധീകരണത്തിൻ്റെ വിഷയത്തിൽ കുറവ് വരുത്താൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷ്മതയുള്ള വിശ്വാസികളിൽ നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇമാം ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹയുടെ വളരെ പ്രസിദ്ധമായ ഫിഖ്ഹിന്റെ കിതാബാണ് അൽ മുഗ്നി. അവിടുന്ന് പറയുന്നു, വഇൻ അറാദ ലിഖ്തിസാറ അലാ അഹദിഹിമാ ഫൽമാഉ അഫ്ദൽ. അതായത് ഒരാൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. വെള്ളം മുന്നിലുണ്ട്, ടിഷ്യൂ ഉണ്ടെന്ന് വിചാരിക്കും. അയാൾക്ക് ഏറ്റവും അഫ്ദലായ ഒരു രീതി സ്വീകരിക്കണം. അപ്പൊ എന്താണ് അഫ്ദലായ രീതി? വെള്ളമാണ്. അതാണ് ഇവിടെ കിതാബിൽ പറയുന്നത്, ഫൽമാഉ അഫ്ദൽ, വെള്ളമാണ് അഫ്ദൽ. അതിനുള്ള പല തെളിവുകളുമുണ്ട്. ഒരു തെളിവാണ് എന്ത്? നമ്മുടെ ഈ ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളം കൊടുത്തപ്പോൾ വെള്ളം കൊണ്ട് ശുദ്ധീകരിച്ചു എന്ന് മനസ്സിലായല്ലോ. എന്നാൽ ചില പണ്ഡിതന്മാർ വെള്ളം കൊണ്ട് ശുദ്ധീകരിക്കരുത് എന്ന് പറഞ്ഞവരുണ്ട്. അത് വളരെ ദുർബലമായ അഭിപ്രായമാണ്. അതിനുള്ള ഒരു ന്യായം എന്താണ് പറഞ്ഞത്? അതായത് വെള്ളം എന്ന് പറയുന്നത് നമ്മൾ കുടിക്കേണ്ട പാനീയമാണല്ലോ. അപ്പോൾ കുടിക്കേണ്ട പാനീയം ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള അഴുക്കിനെ മാറ്റാൻ പാടില്ല എന്ന് പറഞ്ഞ് ദുർബലമായ അഭിപ്രായമുണ്ട്. അതുകൊണ്ടാണ് ഈ പണ്ഡിതന്മാർ ഈ ചർച്ച കൊണ്ടുവരുന്നത്. അല്ലേ? പലപ്പോഴും പല ചർച്ചയുടെയും പിന്നിൽ എന്തുണ്ടാവും? ചില ഒറ്റപ്പെട്ട അഭിപ്രായങ്ങളെ തടുക്കുവാൻ വേണ്ടിയുള്ള ഒരു ഉദ്ദേശമുണ്ടാവും. എന്നിട്ട് പറയുന്നു, ഇബ്നു ഖുദാമ പറയുന്നു, വലിഅന്നഹു യുതഹിറുൽ മഹല്ല വയുസീലുൽ ഐന വൽ അസറ വഹുവ അബ്ലഗു ഫി തൻദീഫ്. ശുദ്ധീകരിക്കുന്ന വിഷയത്തിലും ഏറ്റവും കൂടുതൽ ഉചിതം വെള്ളം കൊണ്ട് ശുദ്ധീകരിക്കലാകുന്നു. വഇൻ ഇഖ്തസറ അലൽ ഹജരി അജ്സഅഹു. ഇനി കല്ലുകൊണ്ട് മാത്രം ശുദ്ധീകരിച്ചാലോ അത് മതിയാകുന്നതാണ്. ബിഗൈരി ഖിലാഫിൻ ബൈന അഹ്ലിൽ ഇൽം. പണ്ഡിതന്മാർക്കിടയിൽ വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയില്ല എന്ന്. അതായത് ഒരാൾ പറയാണ് കല്ലുകൊണ്ട് അല്ലെങ്കിൽ ടിഷ്യൂ കൊണ്ട് ശുദ്ധീകരിച്ചാൽ ശുദ്ധിയാകുകയില്ല എന്ന അഭിപ്രായം ഉണ്ടെങ്കിൽ അതും തെറ്റാണ്. മനസ്സിലായില്ലേ? അതിനൊക്കെ എന്താണ് വ്യക്തമായ പ്രമാണങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ 3 കല്ലുകൾ കൊണ്ട് നിങ്ങൾ ശുദ്ധീകരിക്കരുതെന്ന് പറയുമ്പോൾ 3 കല്ലുകൾ ഉപയോഗിച്ചിട്ട് ശുദ്ധീകരിക്കാം എന്ന അർത്ഥം കിട്ടിയല്ലോ. വലി ഇജ്മാഇ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും, ഈ വിഷയത്തിൽ സഹാബിമാരുടെ ഇജ്മാഉം ഉണ്ട് എന്ന് ഇമാം നവവി പറയുന്നു. ഷർഹ് സഹീഹ് മുസ്ലിമിന്, സഹീഹ് മുസ്ലിമിന്റെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ഷർഹാണ് ഇമാം നവവിയുടെ അൽ മിൻഹാജ്, ഷർഹ് സഹീഹ് മുസ്ലിം. وقد اختلف الناس في هذه المسألة فالذي عليه الجماهير من السلف والخلف وأجمع عليه أهل الفتوى من أئمة الأمصار أن الأفضل أن يجمع بين الماء والحجر. വെള്ളവും കല്ലും വെള്ളവും അല്ലാത്ത വസ്തുക്കളും ഉപയോഗിച്ചുകൊണ്ട് സംയോജിപ്പിച്ചുകൊണ്ട് ശുദ്ധീകരിക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും അഫ്ദൽ അതാണെന്ന്. അതാണ് ജുംഹൂർ സലഫിന്റെ
അതായത് പൂർവികരായ പണ്ഡിതന്മാരിൽ ബഹുഭൂരിപക്ഷവും അഭിപ്രായപ്പെട്ടത് അഫ്ദലായ ഏതാണ്? അതായത് വെള്ളവും കല്ലും അല്ലെങ്കിൽ വെള്ളവും ടിഷ്യൂവും പരസ്പരം സംയോജിപ്പിച്ചുകൊണ്ട് ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ അതിൻ്റെ രീതി പറയുന്നുണ്ട്. ആദ്യം കല്ല് ഉപയോഗിക്കുക, ഇപ്പോഴത്തെ സംവിധാന പ്രകാരം ടിഷ്യൂ ഉപയോഗിക്കുക, എന്നിട്ട് വെള്ളം ഉപയോഗിക്കുക. ഇമാം നവവി പോലെ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞ ഏറ്റവും പ്രബലമായ ഏറ്റവും അഫ്ദലായ രീതി എന്താണ്? രണ്ടും സംയോജിപ്പിച്ചുകൊണ്ട് ശുദ്ധീകരിക്കുക, പിന്നെ വെള്ളം കൊണ്ട് ശുദ്ധീകരിക്കുക, പിന്നെ കല്ലുകൊണ്ട് മാത്രം അല്ലെങ്കിൽ ടിഷ്യൂ ഉപയോഗിച്ചുകൊണ്ട് മാത്രം ശുദ്ധീകരിക്കുക. അപ്പം ഇങ്ങനെ എന്താണ് ഒരു 3 കാറ്റഗറി ഉണ്ട്, അല്ലെങ്കിൽ 3 രീതി ഉണ്ട്. അതിൽ ഏറ്റവും അഫ്ദലായത് ഏതാണ്? അതായത് അൻ യജ്മഅ ബൈനൽ മാഇ വൽ ഹജർ, മാവും ഹജറും, മാവും അല്ലാത്ത ശുദ്ധീകരിക്കുന്ന വസ്തുക്കളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ശുദ്ധീകരിക്കുക. അപ്പോൾ യസ്തഅമിലുൽ ഹജറ അവ്വലൻ, ആദ്യമായി കല്ല് ഉപയോഗിക്കുക. ലിതഖിഫ നജാസ വതഖില്ല മുബാശറതുഹ ബിയദിഹി, അതായത് നജാസത്ത് ശരിക്ക് ലഘൂകരിക്കുവാനും കൈ കൊണ്ട് കഴിവിന് പരമാവധി നജാസയെ നേർക്ക് നേരെ സ്പർശിക്കാതിരിക്കുവാനും വേണ്ടി ഇമാം നവവി സുമ്മ യസ്തഅമിലുൽ മാ, അതായത് ഈ പടിഞ്ഞാറുള്ള പല ആൾക്കാർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതായത് അങ്ങനെ പിന്നെ ഈ വെള്ളം ഉപയോഗിക്കുക, ടിഷ്യൂ കൊണ്ടൊക്കെ ഉപയോഗിക്കണം ഞങ്ങളാണ് പഠിപ്പിക്കുന്നത്. ശരിക്കും ഇസ്ലാമാണ് അതിൻ്റെ മര്യാദ ആദ്യം പഠിപ്പിക്കുന്നത്. മനസ്സിലായല്ലോ? ശരിക്കും ഈ വൃത്തിയുടെ വിഷയത്തിൽ മുസ്ലിമീങ്ങളെ പോലെ ആ പ്രമാണങ്ങൾ വെച്ചുകൊണ്ടുള്ള ശുദ്ധീകരണത്തിൻ്റെ വിഷയത്തിൽ മറ്റുള്ള ആൾക്കാർക്കൊന്നും അവകാശപ്പെടാൻ യാതൊരു നിലക്കും കഴിയുകയില്ല എന്നാണ് നാം പ്രാമാണികമായി നമുക്ക് പറയാൻ സാധിക്കുന്നത്. അതേപോലെ സഹോദരന്മാരെ, ഇവിടെ നബി അസ്ലമിൻ്റെ ഹദീസ്, അതായത് ഇതൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ടും ഗൗരവത്തോടെ എടുക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശുദ്ധീകരിക്കുവാൻ വേണ്ടി അവിടെ അടിമവേല ചെയ്യുന്ന അല്ലെങ്കിൽ വേലക്കാരനായ അനസ് റളിയല്ലാഹു അൻഹു, സഹാബിയാണ്, ചെറുപ്പക്കാരനാണ്, ചെറിയ കുട്ടിയാണ്. ഗുലാം എന്ന് പറഞ്ഞ അർത്ഥം അതായത് ഈ മീശ മുളക്കുന്ന പ്രായം, വളരുന്ന പ്രായമുണ്ടല്ലോ, ആ ചെറിയ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ്, ആ ഒരു പ്രായത്തെ സംബന്ധിച്ചാണ് ഗുലാം എന്ന് പറയുക. ആ ഒരു പ്രായത്തിലാണ് അനസ് റളിയല്ലാഹു അൻഹു ഖിദ്മത്ത് ആരംഭിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു ചെറിയ പയ്യനാണ് ആയിരുന്നു ആ ഒരു സമയത്ത്. അനസ് റളിയല്ലാഹു അൻഹു പിന്നീട് വിസലം പ്രാർത്ഥിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സന്താനവും സമ്പത്തും ഒക്കെ വിശാലമാകുവാനും. അങ്ങനെ അനസ് റളിയല്ലാഹു അൻഹു ധാരാളം സമ്പത്തും അല്ലെങ്കിൽ സന്താനവും അതേപോലെ തന്നെ അനസ് റളിയല്ലാഹു അൻഹുവിന് ദീർഘായുസ്സും ഉണ്ടായിട്ടുണ്ട്. അതായത് സഹാബിമാരിൽ അവസാനം മരണപ്പെട്ട സഹാബിമാരിൽപ്പെട്ട സഹാബിയാണ് ആര്? അനസ് റളിയല്ലാഹു അൻഹു. ഹിജ്റ 92 വഫാത്തായി. നബി വസല്ലം വഫാത്തായതിന് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ആര് വഫാത്തായത്? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു വഫാത്തായത്. അതിനോടൊപ്പം എന്താണ്? ഇൽമ് പ്രചരിപ്പിച്ചു. റസൂലിൽ നിന്ന് നേർക്കുനേരെ കേട്ട ഹദീസുകളും അനുഭവങ്ങളും ചരിത്രമൊക്കെ അനസ് റളിയല്ലാഹു അൻഹു കൈമാറി. പണ്ഡിതന്മാർ പറയുന്നു, ഇസ്തിഅദാദുൽ മുസ്ലിമി ബിതഹൂരിഹി ഇൻദ ഖദാഇൽ ഹാജ ലിഅല്ലാ യുഹ്വിജഹു ഇലൽ ഖിയാം ഫയതലവ്വൽ. അതായത് നമ്മൾക്ക് പല ആൾക്കാരും ഈ അശ്രദ്ധ കാണിക്കുന്ന ഒരു വിഷയമാണ്. ഇപ്പം ടോയ്ലറ്റിൽ പ്രവേശിക്കുമ്പം അശ്രദ്ധ കാണിക്കും. അപ്പോൾ കാര്യങ്ങളൊക്കെ ഒരുക്കണം എന്നൊരു സംഗതിയും കൂടിയും എന്താണ് ഇതിൽ? വെള്ളമുണ്ടോ ഇല്ലേ, നമുക്ക് ശുദ്ധീകരിക്കാൻ ആവശ്യമുള്ള പാകമായ സംഗതികളൊക്കെ റെഡിയാണോ എന്ന് ഉറപ്പുവരുത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിരുന്നു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഈ ആവശ്യ നിർവഹണത്തിന് മുന്നേ എന്താണ് വേലക്കാരായ അല്ലെങ്കിൽ സഹാബിമാർ വെള്ളം കൊണ്ടു കൊടുക്കുന്നു, വടി പിടിക്കുന്നു. അപ്പോൾ ഇവിടെയൊക്കെ ശരിക്ക് അതിനുള്ള ഒരു തയ്യാറെടുപ്പാണ് ഇവിടെ പഠിപ്പിക്കുന്നത് എന്നും പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നു. മാത്രമല്ല ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സുന്നത്തിൽപ്പെട്ടതാണ് മൈതാനത്ത് വെച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർവഹിക്കുകയാണെങ്കിൽ വിദൂരത്തിൽ പോകണമെന്ന്. അപ്പോൾ ആൾക്കാരുടെ ദൃഷ്ടിയിൽ നിന്ന് കഴിവിന് പരമാവധി വിദൂരത്തായിരിക്കണം. കാരണം ഔറത്ത് മറ്റുള്ളവർ കാണാൻ പാടില്ല. അതൊക്കെ ശരിക്ക് കുറേ പാഠങ്ങൾ ഇതിൽ നിന്ന് പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ സൂക്ഷ്മതയുടെ ഭാഗമാണ് വടി എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാലോ, അതായത് ഈ വിഷബാധയുള്ള ജന്തുക്കൾ, അതേപോലെ തന്നെ പിന്നെ മണ്ണിൻ്റെ വിഷയത്തിൽ ഇപ്പോഴൊക്കെ അൽഹംദുലില്ലാഹ് കുറേ സംഗതികൾ നമുക്ക് സംവിധാനങ്ങളൊക്കെ എളുപ്പമായിട്ടുണ്ട്. നമുക്ക് വുദു എടുക്കാൻ വിശാലമായ സ്ഥലങ്ങൾ, അതേപോലെ തന്നെ മലമൂത്ര വിസർജനം നടത്തുവാനുള്ള വിശാലമായ ടോയ്ലറ്റുകൾ, അതൊക്കെ ഇപ്പോൾ സംവിധാനങ്ങൾ എളുപ്പമാണ്. അപ്പം അന്നത്തെ കാലത്ത് അങ്ങനെ
പരിമിതിയുണ്ടായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനൊക്കെ ഒരുങ്ങിയിരുന്നു. ആ ഒരുങ്ങുവാൻ വേണ്ടി വേലക്കാരെയും ഏൽപ്പിച്ചിരുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നാം പഠിക്കുന്ന വിഷയം, അതായത് ഇപ്പോൾ മൂത്രമൊഴിക്കുമ്പോൾ നമ്മുടെ ഔറത്ത് നാം സ്പർശിക്കാൻ പാടില്ല. അതേപോലെ തന്നെ നാം അഴുക്കിനെ നീക്കം ചെയ്യുമ്പോൾ നമ്മുടെ വലത് കൈ ഉപയോഗിക്കാൻ പാടില്ല. വെള്ളം കുടിക്കുമ്പോൾ നാം ശ്വാസം പുറത്തേക്ക് തള്ളാൻ പാടില്ല. ഇങ്ങനെയുള്ള പല മര്യാദകളും പഠിപ്പിക്കുന്ന ഇമാം ബുഖാരി, മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീത്ത് കൊണ്ടാണ് നാം അടുത്ത ക്ലാസ് ആരംഭിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിആയ ഇൽമ് പഠിക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും സത്യ ദീനിലേക്ക്, തൗഹീദിലേക്ക് പ്രബോധനം നടത്തുവാനും ഇൽമ് പ്രചരിപ്പിക്കുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ മരിച്ചുപോയ മാതാപിതാക്കൾ, നമ്മുടെ കുടുംബമിത്രാദികൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂന മിനൽ ഖാസിരീൻ. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Para sa option dito itabi ba ito po? But first, yung may number nito ba saan so ito?